മുൻ MP പന്ന്യൻ രവീന്ദ്രൻ കൂടി നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീ പന്ന്യൻ രവീന്ദ്രൻ, സ്വാഗതം യൂറോ കോപ്പയിലേക്ക്. ശ്രീ പന്ന്യൻ രവീന്ദ്രൻ, ഇന്നത്തെ മത്സരം അങ്ങ് കണ്ടു കാണും എന്ന് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു പഴയ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന്റെ സൗന്ദര്യവും സാമ്പാത്താളവും ഒക്കെ പ്രതീക്ഷിച്ചാണ് നമ്മൾ പലപ്പോഴും കോപ്പ അമേരിക്ക കളി കാണാനിരിക്കുക. അങ്ങനെ ഒരു സൗന്ദര്യാത്മക ഫുട്ബോളൊക്കെ കുറ്റിയേറ്റു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഡിബേറ്റബിൾ വിഷയമാണ്. അതിനപ്പുറത്തേക്ക് ബ്രസീൽ ഇന്ന് തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും മനോഹരമായ ഒരു കാര്യം. അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ ബ്രസീലിന്റെ മത്സരത്തെ താങ്കൾ വിലയിരുത്തുന്നത്? പൂർണ്ണമായും നമുക്ക് വിശ്വാസത്തിലെടുക്കാവുന്ന ഒരു സംഘമാണോ ഇന്ന് പരാഗ്വേക്കെതിരെ ജയിച്ചു കയറിയത്? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ബ്രസീൽ പടിപടിയായി ഉയർന്നു വരിക. പുതിയ കോച്ച് വന്ന് നെയ്മർ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാക്കുണ്ട്. ഇന്ന് കളിച്ച രണ്ട് പ്രധാനപ്പെട്ട കളിക്കാർ, ഒന്ന് വിനീഷ്യസ് ജൂനിയർ, അതുപോലെ റോഡ്രിഗോ. ഈ രണ്ട് കളിക്കാരെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞത് എനിക്ക് രണ്ടുപേരിലും വിശ്വാസമുണ്ട് എന്നാണ്. നാളത്തെ ബ്രസീലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരായി മാറുന്ന നെയ്മറുടെ അഭാവം നമുക്ക് എപ്പോഴും മനസ്സിനകത്തുണ്ടല്ലോ. ആ മനസ്സിനകത്തുള്ളപ്പോൾ തന്നെ ഇവരുടേത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, വിനീഷ്യസിൻ്റെ ഒരു ബോള്, അത് നമ്മൾ ഫിഫ കപ്പിൽ ഒരു ബോള് ബൈസിക്കിൾ കിക്ക് ബാറിന് തട്ടി പുറത്തു പോയൊരു ബോള് ലോകം മുഴുവൻ ശ്രദ്ധിച്ചാണ്. അത്ര കൊള്ളാവുന്നൊരു ആഴത്തിൽ ശരിക്കും ഫുട്ബോൾ കളിക്കുന്ന ഒരു കളിക്കാരാണ് വിനീഷ്യസ്. ആ വിനീഷ്യസിന് ഇതുവരെ അതിനുള്ളൊരു വലിയ സന്ദർഭം ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്നത്തെ കളിയിൽ കണ്ടത് ഇന്നത്തെ ബ്രസീലിൻ്റെ ഫാസ്റ്റ് ഗെയിമാണ്. പലപ്പോഴും ആ ഫാസ്റ്റ് ഗെയിമിൽ പലപ്പോഴും ഡിഫൻഡർമാർ ചിതറിപ്പോകുന്ന അവസരത്തിലാണ് അവർ കയറി ഗോളടിക്കുന്നത്. അങ്ങനെ അടിച്ച 2 ഗോളാണ് വിനീഷ്യസിൻ്റെ 2 ഗോളിൽ 1 ഗോൾ മിക്കവാറും തട്ടിയിട്ടടിച്ച ഒരു ഗോളായിരുന്നു. നമ്മൾ കളി കാണുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2 ടീമുകൾ നമ്മുടെ ഒരു വലിയ അന്തരം തന്നെയാണ്. ബ്രസീലിൻ്റെ പഴയ കാലത്തെ കളി താങ്കൾ പറഞ്ഞ പോലെ ഇപ്പോഴില്ല. അന്ന് സാമ്പനൃത്ത ചുവട് മാത്രമല്ല, അന്ന് പെലെ പറഞ്ഞത് ഞങ്ങൾ കളിക്കുന്നത് കളി ജയിക്കാൻ മാത്രമല്ല, ജനങ്ങളെ രസിപ്പിച്ച് ജയിക്കാനാണെന്നാണ്. അത് അവരുടെ ഒരു പ്രത്യേകത. ലോകം മുഴുവൻ ഈ 4-2-4 എന്ന് പറയുന്ന കളി സമ്പ്രദായം ലോകത്തിലാകെ കൊണ്ടുവന്നത് ബ്രസീലിൻ്റെ കളി കണ്ടിട്ടാണ്. അത് നമ്മുടെ നാട്ടിൽ അത് ആവർത്തിച്ചിരുന്നു. ഈ ഇന്ത്യയിൽ അതാദ്യമായി ഡ്യൂറൻ്റ് കപ്പ് MRC വെല്ലിംഗ്ടൺ ജയിച്ചപ്പം അന്ന് കളിച്ചത് 4-2-4 ആയിരുന്നു. നമ്മൾ നേരത്തെ കളിക്കുന്ന സിസ്റ്റത്തിൽ നിന്ന് മാറി 3-2, അതുപോലെ തന്നെ 3-2 എന്ന് പറഞ്ഞാൽ 10 പേര് 2 ഇൻസൈഡ് 2 ഹാഫ് എന്നതായിരുന്നു. അത് മാറി കളിയുടെ സിസ്റ്റത്തിൽ ഇപ്പം മാറി വന്ന് ഇപ്പം 3-1 ആയി. ഒരു പ്രധാനപ്പെട്ട ഫോർവേഡ് അയാൾ ഗോൾ അടിക്കാൻ മതിയാണ്. അതിന് പിന്നിലൊരാളുണ്ട്, അയാൾ മിഡ്ഫീൽഡറായിട്ട് അവിടെ നിൽക്കും. അങ്ങനെ കളിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ വന്നു. അതുകൊണ്ട് ബ്രസീൽ ഈ പുതിയ അനുഭവങ്ങളെല്ലാം വെച്ചുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ബ്രസീലിൻ്റെ 2 കളി കണ്ടപ്പോൾ കഴിഞ്ഞ കളിയിൽ നിന്ന് അനുഭവം അവർ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ആ മാറ്റം പ്രയോജനകരമാവും. ഏതാണ് നല്ല ടീമായി അങ്ങ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ജയിക്കാൻ വേണ്ടി കളിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജിയിലേക്ക് അതിപ്പോൾ ബ്രസീലായാലും അർജന്റീനയായാലും ഒക്കെ മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അങ്ങ് പെലെയുടെ കാര്യം സൂചിപ്പിച്ചു. മറഡോണയും പറഞ്ഞിട്ടുണ്ട്, ആരാധകന്റെ മനസ്സ് നിറക്കൽ കൂടിയാണ് തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം എന്ന് മറഡോണയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കളി ജയിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജി. ഇപ്പോൾ അർജന്റീനയിലേക്ക് വരികയാണെങ്കിൽ സ്കലോണിയും അത് തന്നെയാണ് പറഞ്ഞത്. മെസ്സിയുടെ സംഘത്തിൻ്റെ, ഇപ്പോൾ ലോകകപ്പിൽ കളിച്ച മെസ്സിയുടെ സംഘം, കോപ്പ അമേരിക്കയിൽ ഇറങ്ങിയ സംഘത്തിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഉന്നം ഏത് വിധേനയും ജയിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ ഈ ബ്രസീൽ ടീമിലേക്ക് വരുമ്പോൾ നമുക്ക് ഇന്നിപ്പോൾ കാര്യമായി കണ്ടവർ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ആണെങ്കിൽ കൂടിയും ഡിഫൻസ് ഒക്കെ എത്ര കണ്ട് പാളുന്നു എന്നുള്ളൊരു തോന്നൽ ഇന്നത്തെ മത്സരവും ബാക്കിയാക്കുന്നുണ്ട്. അപ്പോൾ കസമിറയെ പോലെയുള്ള പ്രതിരോധ നിരയിൽ, അതായത് മധ്യനിരയിലും പ്രതിരോധ നിരയിലും അതിനിടയിലായി എല്ലാ അർത്ഥത്തിലും നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന ഒരു സ്പേസിൽ കസമിറയെ പോലെ ഒരാളെ കാര്യമായി ബ്രസീൽ മിസ് ചെയ്യുന്നില്ലേ? ഈ ടീം ഒരു വലിയ സംഘത്തോട് മത്സരിക്കാൻ മാത്രം പ്രാപ്തിയുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നു? പ്രത്യേകിച്ച് ഇന്നിപ്പോൾ അപകടകാരിയായ വിനീഷ്യസിന് ഒരു ഭാഗത്ത് ഫ്രീ ആയതുകൊണ്ട് മാത്രമാണ് വലിയ സ്കോർ പിറന്നതും വലിയ അവസരങ്ങൾ ഉണ്ടായതും ഒക്കെ. അപ്പോൾ ഒരു വലിയ ടീം വരുമ്പോൾ സ്വാഭാവികമായും വിനീഷ്യസിനെ കൃത്യമായി ടാക്കിൾ ചെയ്ത് വിനീഷ്യസിനെ പിടിക്കാനുള്ള തന്ത്രങ്ങൾ അവർക്കുണ്ടാവും. സ്വാഭാവികമായും മറ്റു തലക്കൽ പന്തെത്താത്തൊരവസ്ഥയൊക്കെ വരും. അപ്പോൾ ഒരു വലിയ മത്സരത്തിന് പ്രാപ്തിയുള്ള ടീമായി ഇത് മാറുന്നുണ്ട് എന്നൊരു തോന്നലുണ്ടോ താങ്കൾക്ക്?
അല്ല, ഒരു ടീമിനെ നമ്മൾ 1-2 കളി കൊണ്ട് മാത്രം ഒരു ടീമിനെ കൃത്യമായി അളക്കാൻ കഴിയില്ല. ഇനി വരുന്ന കളികൾ, ഇപ്പം കോച്ച് എന്ന് പറയുന്ന ആളുടെ പ്രധാനപ്പെട്ട ജോലി എന്താ? അടുത്ത അടവ് എങ്ങനെയായിരിക്കണം, തന്ത്രം എങ്ങനെയായിരിക്കണം എന്നാണ്. ഞാനിവർ പലപ്പോഴും എഴുതിയത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പെലെ തന്നെ പറഞ്ഞു, നേരത്തെ ഇറ്റലിക്കെതിരായുള്ള ഫൈനൽ മത്സരത്തിൽ അവർ ഒരു ദിവസം രാത്രി അവരന്ന് പഴയ കളിയുടെ എല്ലാ റീലും അവർ കണ്ടു. ആ കളിയിൽ എതിർ കളിക്കാരൻ്റെ ഓരോ കളിയിലെയും ചുവടുകളും ആ ചുവടിൽ അവരുടെ അടുത്തുണ്ടാകുന്ന ദൗർബല്യങ്ങളും മനസ്സിലാക്കി. അതിനടിസ്ഥാനത്തിലാണ് അവർ ഇറ്റലിക്കെതിരായി ജയം നേടിയത്. അന്ന് വലിയ പ്രധാനപ്പെട്ട കളിയായിരുന്നു. ആ കളിയിൽ കൂടി അവർക്ക് യൂറോപ്യൻ കപ്പ് അവർക്ക് കിട്ടിയത്. അത് ആ കളിയിൽ അന്ന് പെലെ പറഞ്ഞ വാക്കുകൾ ഇപ്പം പ്രസക്തമാണ്. നിങ്ങൾ എതിർ ടീമിലെ കളിക്കാരൻ്റെ ദൗർബല്യം, നമ്മുടെ അടുത്തുള്ള പിഴവ്, ഇതെല്ലാം കണക്കൂട്ടിക്കൊണ്ട് ഇനി അടുത്ത കളിക്ക് ഇറങ്ങുക. ആദ്യത്തെ കളിയിൽ ഡ്രോ ആയപ്പോൾ തന്നെ ലോകത്തിലെ എല്ലാ സ്ഥലത്തുമുള്ള ബ്രസീൽ ആരാധകർ അവരാണെങ്കിൽ മിക്കവാറും മനസ്സ് വല്ലാത്തൊരവസ്ഥയിലായിരുന്നല്ലോ. ആ മാനസികാവസ്ഥയിൽ നിന്ന് മാറി വന്നു. ഇനി അടുത്ത കളി എത്രത്തോളം ആയിരിക്കും നമുക്ക് കണ്ടറിയാം. എനിക്ക് തോന്നുന്നത് ബ്രസീൽ മെച്ചപ്പെടും. ബ്രസീൽ മെച്ചപ്പെടുക മാത്രമല്ല, ഇപ്പം പ്രധാനപ്പെട്ട ലോകത്താകെയുള്ള ഈ മത്സരങ്ങളെക്കുറിച്ച്, ഇപ്പം യൂറോ കപ്പും കോപ്പ അമേരിക്ക 2 മത്സരങ്ങളെക്കുറിച്ചും ഇപ്പം ശരിക്കും നിരീക്ഷിച്ചിരിക്കുന്ന വിദഗ്ധന്മാർ പറഞ്ഞത്, ഫസ്റ്റ് സാക്ഷാൽ അർജൻറ്റീനയാണ്, സെക്കൻഡ് ഇവരാ നമ്മുടെ ബ്രസീൽ. എന്നാൽ നമ്മൾ കാണേണ്ട വേറൊരു പേരുണ്ട് അവിടെ, അതാണ് ഉറുഗ്വേ നല്ല ടീമാണ്. അപ്പം ഈ ടീമുകളെ എല്ലാം തന്നെ ഇപ്പോൾ നമ്മളൊരു അളവുകോൽ വെച്ച് അളക്കാൻ വേണ്ടി പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ബ്രസീലാണെങ്കിൽ ഏറ്റവും ഒരു രാജ്യം തന്നെ ഒരുമിച്ച് ഇതുപോലെ ഒരു ഗെയിമിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു രാജ്യമായ ബ്രസീൽ. അതുകൊണ്ട് ബ്രസീലുകാർക്ക് നാട്ടിൽ തിരിച്ചു പോകണമെങ്കിലും ഇതൊരു വലിയ വിഷയമാണ്. അതുകൊണ്ട് അടുത്ത കളി എന്തായാലും നല്ല കളിയായിരിക്കും. ഈ വന്നിരിക്കുന്ന പിഴവുകൾ അവരെ തിരുത്തി മുന്നോട്ട് പോകുന്ന എൻ്റെ പൂർണ്ണ പ്രതീക്ഷ. വ്യക്തമാണ് താങ്കളുടെ നിരീക്ഷണം. നന്ദി ശ്രീ പന്ന്യൻ രവീന്ദ്രനെ പ്രതികരിച്ചതിന്. എന്തായാലും പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ ഒരു കളി കൊണ്ട് മാത്രം ബ്രസീലിനെ നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. വരുന്ന കളികൾ കൂടി വിലയിരുത്തി മാത്രമേ ബ്രസീലിനെ പോലെയുള്ള ഒരു ടീമിൻ്റെ സാധ്യതകളും അവരുടെ പ്രതീക്ഷകളും നമുക്ക് വിലയിരുത്താൻ കഴിയൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം.